ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ യാത്ര പോയത്, ചെറിയ യാത്രയാണ്, ഇപ്പോൾ വളരെ കുറവാണ് യാത്രകൾ. നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് എറണാകുളം വരെ പോകേണ്ടി വന്നതുകൊണ്ടും അതുവഴി ഒന്ന് ലുലുവിൽ കയറേണ്ടതുകൊണ്ടും അവിടെ ഒന്ന് രണ്ട് മീറ്റിങ്സ് ഉണ്ടായിരുന്നതുകൊണ്ടും ഒരു ഫ്രണ്ടിനെയൊക്കെ കാണാനുണ്ടായിരുന്നതുകൊണ്ടും അങ്ങനെ പോയതാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണിയായപ്പം നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഒരു ചേർത്തല ആര്യാസിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കേസരിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പാക്ക് ചെയ്തും വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പാട്ടിട്ടിട്ടുണ്ട്, അതാണ് തലയാട്ടിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ എറണാകുളത്തേക്ക് ഹൈവേയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ കുറച്ചുകൂടെ നേരത്തെ എത്തിയാണ്. പിന്നെ ഞങ്ങൾ നിസാൻ്റെ ഷോറൂമിലെത്തിയപ്പോൾ ആ വണ്ടി സർവീസിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനതിൻ്റെ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തു. ബിന്ദു പോയതൊക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ ലുലുവിലെത്തി കുറച്ച് കറങ്ങി നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ സ്നാക്സ് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മൊമോസ് വാങ്ങി. ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമോസ് ആയിരുന്നു. ഇപ്പം ഇത് ജ്യൂസി ആയിരുന്നു, ക്രഞ്ചി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങളൊരു മൊജിറ്റോയും ഫ്രഷ് ജ്യൂസും ഓർഡർ ചെയ്തു. അപ്പോൾ മോളോട് ഞാൻ പറയാണ്, അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ ഷേസ്വാൻ കുറച്ച് മീൻസ് എരിവായിരുന്നു. ആ എരിവായിരുന്നതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു അത്. പെട്ടെന്ന് അതാണ് ഞാൻ ജ്യൂസ് എടുത്ത് കുടിച്ചത്. കാരണം ഒത്തിരി എരിവ് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് നോർമലി. അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത് അത് എരിവുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു കറക്കമൊക്കെ കറങ്ങി വന്നു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ബർഗറൊക്കെ ഓർഡർ ചെയ്തു. ബർഗർ, ചിക്ക് പോപ്പ് ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ ചിക്കിങ്സിൻ്റെ ചിക്ക് പോപ്പും ബർഗറുമാണ് നമുക്കിഷ്ടം. അതിനിടയ്ക്ക് മോളൊരു ബ്രില്യൻ മൂവ് നടത്തി. ആ ക്യാമറ അവൾ ഹൈഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. ആ ബോട്ടിൽ അങ്ങോട്ട് നീക്കി വെച്ചു. അപ്പോൾ പിന്നെ അവളെ കാണത്തില്ലല്ലോ. ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്യാനെടുത്ത സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടും വിശപ്പ് കാരണം പക്ഷേ ഞാൻ ഫുള്ള് കഴിച്ചില്ല, അതെനിക്ക് ഓർമ്മയുണ്ട്. അവൾക്കും കൊടുത്തു. അവൾക്ക് ചിക്ക് പോപ്പൊക്കെ ഒരുവിധം അവളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ച് തീർത്തു. ബർഗറും ഞാൻ എടുത്തെങ്കിലും അത് ഫുൾ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഈ ബർഗറൊക്കെ ആണെങ്കിലും അച്ചായൻസിൻ്റെ ബർഗറൊക്കെ ചീസി ബർഗറൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഗെയിംസിൻ്റെ ഏരിയയിലേക്ക് ചെന്നപ്പം അവിടെ എല്ലാവരും കിടന്ന് കൂവി തലകറങ്ങി ബഹളം വെക്കുന്നതും ഞാൻ കണ്ടുകൊണ്ട് നിന്നു. എപ്പോഴും ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാറില്ല, കണ്ടുകൊണ്ട് നിൽക്കാനാണ് ഇഷ്ടം. കാരണം ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര തലകറക്കം. ഇപ്പോൾ മോൾക്കും അതിലൊന്നും കയറാൻ താല്പര്യമില്ല. ഇതിനകത്തും അതുപോലെ തലകറങ്ങി നിൽക്കുന്ന ഒരാളെയൊക്കെ കണ്ടു ഞങ്ങൾ. അത് കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും ഈ ഐസ്ക്രീമിൻ്റെ ആൾ വിളിച്ചു. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് നമ്മളും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പോയിട്ട് അവളിങ്ങനെ കൂളായിട്ട് നിന്നു. അവളെന്തായാലും അല്ലെങ്കിലും എനിക്കറിയാവുള്ളൂ ബഹളമൊന്നും വെക്കാതെ പിടിച്ച് മേടിക്കാനൊന്നും ശ്രമിക്കില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം പാസ് ചെയ്ത് നിന്നു. അപ്പം ഞാൻ ആദ്യം എടുത്തില്ല, പിന്നീട് ഞാൻ അയ്യോ ഇതെനിക്ക് ഷൂട്ട് ചെയ്യാമല്ലോ, എനിക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്ത് എടുത്ത്. അത് പിന്നെ എന്തൊക്കെയോ അവൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്, പേരെന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങളും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അത് നടന്ന് പോകുന്ന വഴി കണ്ടത്. പിന്നെ അവർ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങി. സ്ട്രോബെറിയുടെ ഫ്ലേവറോ എന്തോ ആണ് വാങ്ങിയത്. അതും കഴിഞ്ഞ് കുറച്ച് കറക്കിയിട്ട് കുറച്ച് സമയം അവരത് സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പം അവിടുന്ന് തിരിച്ചു. രാത്രിയല്ല, വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചാണ്. പക്ഷേ നമ്മുടെ ഈ റോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുറച്ച് താമസിച്ചു. പിന്നെ എൻ്റെ ആൻറ്റി ഒന്ന് കാണാമായിരുന്നു, കുഞ്ഞാൻറ്റിയെ കണ്ടു. അതിന് ശേഷം അവിടുന്ന് ഒരു ചായ കുടിക്കാൻ കയറി. പക്ഷേ ചായ ഭയങ്കര മോശമായിരുന്നു. റോഡ് സൈഡിൽ ചേച്ചിമാരുണ്ടാക്കുന്ന ചായ, പക്ഷെ അത് കൊള്ളില്ലായിരുന്നു. എങ്കിലും പിന്നെ അവിടുന്ന് ഒരു 8 മണിയൊക്കെ ആകാനായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.